10 മിനിറ്റിൽ 10ാമത്തെ ചാപ്റ്റർ പഠിച്ചാലോ? ഡെസിമൽ ഫോംസ് ആണ് ചാപ്റ്റർ. വളരെ സിമ്പിളാണ്. 10 മിനിറ്റിൽ പഠിപ്പിച്ചു തരാം. എല്ലാ സംഭവങ്ങളും ക്വസ്റ്റ്യൻസും കാണിച്ചു തരാം. ഓക്കെ, ഡെസിമൽ ഫോംസ്, ദശാംശ രൂപങ്ങൾ. ഷോർട്ട് നോട്ട്സ് വേണമെങ്കിൽ അടിപൊളി ഷോർട്ട് നോട്ട്സ് ഇവിടെ ഉണ്ട്. ഒന്ന് വേഗം നോക്കിക്കോ. എത്ര പൂജ്യങ്ങൾ താഴെ ഉണ്ടോ അത്ര അനുസരിച്ച് ചാടുക. 29/10 100 ആണ്. 2 പ്രാവശ്യം ചാടുക. ഡോട്ട് ഇങ്ങോട്ട് ചാടുക. ഇവിടെ ചാടി ഇങ്ങോട്ട് വരും. 29 കഴിഞ്ഞ് ഇങ്ങോട്ട് 2 ചാട്ടും. 3 പൂജ്യം ആണെങ്കിൽ 3 പ്രാവശ്യം ചാടും. ഓക്കെ, ഡിവിഷൻ ആകുമ്പോൾ ചാടും ലെഫ്റ്റിലേക്ക്, മൾട്ടിപ്ലിക്കേഷൻ റൈറ്റിലേക്ക് ചാടും. 0.91 എന്നൊക്കെ ഉള്ള നമ്പർ 9/10 വരും, 1/100 വരും. ഓക്കെ, എങ്ങനെയാണ് ടെൻസും ഹൺഡ്രഡ്സും സ്പ്ലിറ്റ് ചെയ്യുന്നതൊക്കെ കാണിച്ചു. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കാണിച്ചുതരാം. വേറെ ഷോർട്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനത്തെ ഏത് ചാപ്റ്റർ അടുത്ത് വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കേണ്ട എന്താണ്, ഇതൊക്കെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് ആക്കുക. നമ്പർ തന്നു, ഡെസിമൽ തന്നു, ഫ്രാക്ഷൻ ആക്കുക. ദശാംശ രൂപം തന്നു, ഭിന്നസംഖ്യ ആക്കുക. എന്താ ചെയ്യേണ്ടത്? 0.1 മക്കളെ മേലുള്ള നമ്പർ സാധാരണ പോലെ എഴുതാം. ഡിവൈഡർ ബൈ എത്ര പൂജ്യം, എത്ര ഡോട്ട് ചെയ്യേണ്ട എത്ര ആൾക്കാരുണ്ട്? ഒരാൾ. അപ്പോൾ 1 പൂജ്യം, അത് കഴിഞ്ഞു. ഓക്കെ, 0.01 മേലുള്ള നമ്പർ അങ്ങനെ തന്നെ എഴുതുക. എത്ര നമ്പേഴ്സിൻ്റെ ഡോട്ട് ചെയ്യേണ്ടത്? 2 അപ്പോൾ 2 പൂജ്യമുള്ള നമ്പർ താഴെ എഴുതാം. ഓക്കെ, 0.11 അങ്ങനെ പറയുമ്പോൾ 11 എഴുതുക, താഴെ 2 പൂജ്യം, അപ്പോൾ 100. 0.101 മക്കളെ 101 എഴുതുക. 3 ആൾക്കാരെ ഡെസിമൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ 3 പൂജ്യങ്ങൾ, 1000. ലാസ്റ്റ് ആണ് എന്താ? 0.0101. അപ്പോൾ 101 എഴുതുക, താഴെ 4 പൂജ്യമുള്ള നമ്പർ, 10,000. ഇത്രയുള്ള സംഭവം. ഇതാണ് ഫ്രാക്ഷണൽ ഫോമിലേക്ക് ആക്കാനുള്ള പരിപാടികൾ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രിക്കാണ് 2ഉം 5ഉം എന്താണ്? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. 2ഉം 5. 2 ഉണ്ടെങ്കിൽ 5 ഉണ്ടാവണം 10 ആവാൻ. 2ൻ്റെ സ്ക്വയർ ആരാ? 4 ഉണ്ടെങ്കിൽ 5ൻ്റെ സ്ക്വയർ ഉണ്ടാവണം. ഇവിടെ ഓരോ 2നും ഓരോ 5 വേണം, അപ്പോൾ 10 ആവും. ഓക്കെ, അപ്പോൾ 4ഉം 25ഉം 100, അഥവാ 2 സ്ക്വയറും 5 സ്ക്വയറും 100. അപ്പോൾ നിങ്ങൾക്ക് 10 സ്ക്വയർ ഉണ്ടാവും. എത്ര 2ഉം 5 ഉണ്ട് അത്രയും പൂജ്യങ്ങളുണ്ടാവും. 3 2ഉം 3 5 ഉണ്ടെങ്കിൽ 0 3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 8ഉം 125. ഓർത്ത് വെച്ച് ബൈഹാർട്ട് ചെയ്ത് വെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 3/20 എങ്ങനെ ചെയ്യാം മക്കളെ? 3/20 എങ്ങനെ ഡെസിമൽ ആക്കുക? 20 എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? 20 എന്ന് പറയുമ്പോൾ 4 × 5. അവിടെ 4 × 5 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ × 5. അപ്പോൾ നോക്കിയേ, അവിടെ 2 2 ഉണ്ട്, ഒരു 5 ഉള്ളൂ. അപ്പോൾ 5 മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക, 100 ആക്കണം. അവിടെ 2 2 ഉണ്ട്, അപ്പോൾ 2 5 ഉണ്ടാണ്. അപ്പം ഒരു 5 മൾട്ടിപ്ലൈ ചെയ്തോ. താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, മേലെ മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ ചെയ്യുന്ന സെയിം സാധനം മേലെ ചെയ്യണം. 15/100, 2 പൂജ്യം, 2 5 2 ഉണ്ടെങ്കിൽ 2 പൂജ്യം ഉണ്ടാവും താഴെ, അതാണ് 100. 0.15. ഓക്കെ, അടുത്തത് 3/40. അങ്ങനെ പറയുമ്പോൾ 3/40 എന്ന് പറയുമ്പോൾ എത്ര മക്കളെ? 8 × 4. 8 × 4 എന്ന് പറയുമ്പോൾ 2 ക്യൂബ് × 40 എന്ന് പറയുമ്പോൾ എത്ര? 8 × 5. 8 × 5 ഇതാ. ഒരു 3 2 ഉണ്ട്. നോക്കിയേ, 2 എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്. അപ്പോൾ 5ഉം 2 ഉണ്ടാണ്. അപ്പോൾ 5കൾ കൂട്ടി കൊടുത്തോ. 5 മേലെയും താഴെ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എത്ര വരിക? 75/2 ക്യൂബ് × 5 ക്യൂബ്. മക്കളെ 5ഉം 2ഉം 3 ഉണ്ടെങ്കിൽ 3 പൂജ്യമുള്ള നമ്പർ 1000. 75/1000. അപ്പോൾ എത്ര വരിക? 75/1000 എന്ന് പറഞ്ഞാൽ 0.075. കിട്ടിയല്ലോ സംഭവം, ഏകദേശം പിടി കിട്ടിയല്ലോ. ഓരോ 2നും ഓരോ 5 കൊടുക്കുക. എത്ര 2 ഉണ്ടോ അത്ര 5 ഉണ്ടാവണം. അങ്ങനെയാണ് 10കൾ കിട്ടും. ഓക്കെ, 10ൽ 100കൾ നമ്പർ കിട്ടും. ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റനാണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റനും തേർഡ് ക്വസ്റ്റനും കാണിച്ചു തരാം. അവിടെ 1/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/5 എന്ന് പറയുമ്പോൾ 2 മേലെയും താഴെ മൾട്ടിപ്ലൈ, പ്ലസ് 1/25 എത്ര? 25 വരുമ്പോൾ മേലെയും താഴെ 4 മൾട്ടിപ്ലൈ. 1/125 എന്ന് പറയുമ്പോൾ മേലെയും താഴെ 8 മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ വരിക ആൻസർ? നമുക്ക് കിട്ടും 2/10 പ്ലസ് 4/100 പ്ലസ് 8/1000. അങ്ങനെ പറയുമ്പോൾ 0.2 പ്ലസ് 0.04 പ്ലസ് 0.008. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ വരെ 0.2 പോയിന്റുകളെല്ലാം ഒരേ സ്ഥലത്ത് വരും കേട്ടോ. കണ്ടോ, പോയിന്റുകൾ ഒറ്റ ലൈനിൽ വരണം. ഓക്കെ, ഇപ്പോൾ ഇത്ര 0.248. ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, പഠിച്ചു പോയിക്കോ. ഓക്കെ, ഇനി അതേപോലെ ഇവരാണ് കുറച്ചുകൂടി പ്രശ്നക്കാരൻ. 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ്. നോട്ട് ചെയ്തോ, 1/2 എന്ന് പറയുമ്പോൾ എത്രയാ? 5 മേലെയും താഴെയും കൊടുക്കുക. അപ്പോഴല്ലേ 10 ആവാം. 2 ഉണ്ടെങ്കിൽ 5 വേണം, 5 ഉണ്ടെങ്കിൽ 2 വേണം. പ്ലസ് 1/2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 5 സ്ക്വയർ മേലെയും താഴെയും വരണം. പ്ലസ് 1/2 ക്യൂബ്. 2 ക്യൂബ് വേണമെങ്കിൽ 5 ക്യൂബ് വേണം. അപ്പോൾ എത്ര വരിക? 5/10 പ്ലസ് 25/100 പ്ലസ് 125/1000. ഓക്കെ, ഇവരെങ്ങനെ ആഡ് ചെയ്യുക? 0.5 പ്ലസ് 0.25 പ്ലസ് 0.125. ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ക്യാരി ഓവർ വരും. 0.5
0.25 0.125. എവിടെ നിന്ന് ആഡ് ചെയ്ത് തുടങ്ങുക? റൈറ്റിൽ നിന്ന് 5. പിന്നെ ഇവർ രണ്ടാൾ 7, ഇവരെ മൂന്നാൾക്കാർ 5 2 1 8. 0.875. എത്രയാ? 0.875. ഇങ്ങനെയാണ് ചെയ്യുക. A 2-digit number, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചാൽ പണ്ടത്തെ എക്സാമിൽ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം. A 2-digit number is divided by another 2-digit number. ഒരു രണ്ടക്ക സംഖ്യ വേറെ രണ്ടക്ക സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്തു. കിട്ടുന്ന എത്ര? 5.875. എങ്ങനെ ചെയ്യാം? ഇവിടെ 5.875 എന്ന് പറഞ്ഞാൽ 5875 ഡിവൈഡഡ് ബൈ 3 ആൾക്കാർ ഡോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 പൂജ്യമുള്ള നമ്പർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? രണ്ടാളെയും പ്രൈം ഫാക്ടറൈസ് ചെയ്തു. ഫാക്ടറൈസ് ചെയ്തോ? ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക. 5875 5 വെച്ച് ഡിവൈഡ് ചെയ്തോ. നിങ്ങൾ നിങ്ങളുടെ മെത്തേഡിൽ ചെയ്തോ, ഇഷ്ടമുള്ള പോലെ ചെയ്തോ. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? 137 വരും. അതിൽ 7 25. ഓക്കെ, ഞാൻ വീണ്ടും 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എത്രയാ? 2. ഓക്കെ, 17 3 25 5 5 പോയി 4 7 47 ഒരു പ്രൈം നമ്പർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, പ്രൈം നമ്പർ ആയിട്ടിരുന്നോട്ടെ. അപ്പോൾ എന്താ? 5875 എന്ന് പറഞ്ഞാൽ 5 ക്യൂബ് ഇൻറ്റു 47. 1000 എന്ന് പറഞ്ഞാൽ എത്ര? 1000 എന്ന് പറയുമ്പോൾ 3 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബും 3 2 ഉണ്ട്, 3 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാം. 5 ക്യൂബും കട്ട്. 47/2 ക്യൂബ് 8. ആൻസർ കിട്ടിയോ? ഇല്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞു a 2-digit number is divided by another 2-digit number. ഒരു രണ്ടക്ക സംഖ്യ മേലെ രണ്ടക്ക സംഖ്യ താഴെയും വരണം. താഴെ 2 digit അല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? 47/8 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? മേലെയും താഴെയും ഡബിൾ ആക്കിയാലോ? അപ്പോൾ കുഴപ്പമുണ്ടോ? ഇല്ല. 94/16. രണ്ടാളും 2 digit. അപ്പോൾ 94/16 ആൻസർ കിട്ടി. മേലെയും 2 digit, താഴെയും 2 digit. ഇത് പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വരുന്ന ടൈപ്പാണ്. ഓക്കെ, ഇവനും കഴിഞ്ഞാൽ ഇതാണ് ഭയങ്കര ലെങ്തി പക്ഷേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറയാണ്. ഫൈൻഡ് ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റേഴ്സ് ഓഫ് പവേഴ്സ് ഓഫ് 10 ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/3. മക്കളെ, ഈ പ്രോസസ്സാണ് വരുന്നത്. നോട്ട് ചെയ്തോ. 2 മിനിറ്റ് എടുക്കും, പക്ഷേ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, 1/3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻസർ എന്താണ്? 1/3 എന്ന് പറഞ്ഞാൽ 0.3 അല്ല, 0.33 അല്ല, 0.333333 പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ കാണിച്ചു തരണം. എങ്ങനെ? നമ്മൾ 3/10 വെച്ച് കാണിക്കണം. അടുത്ത 33/100 വെച്ച് കാണിക്കണം. പിന്നെ 333/1000 വെച്ച് കാണിക്കണം. വെറുതെ എഴുതിയാൽ പോരാ, അതെങ്ങനെ അടുത്തേക്ക് എത്തുന്നു, 1/3നോട് കൂടുതൽ അടുത്ത് എത്തുന്നു എന്ന് കാണിക്കണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് പഠിക്കുക. അത് വീണ്ടും റിപ്പീറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റിന് എന്ത് ചെയ്യുക? 1/3 എടുക്കുക. അതിന് മേലെയും താഴെയും 10/10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 10ഉം 10 വെച്ച് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ ഈ 10/3 ഒരുമിച്ച് എടുക്കുക. അപ്പോൾ എന്താണ്? അപ്പോൾ ആ 10ഉം ഈ 3യും ഒരുമിച്ച് എടുക്കുന്നു. അപ്പോൾ 10/3 എടുക്കുന്നു. 1/10 പുറത്തിടുന്നു. അപ്പോൾ 10/3 എത്രയാ? 10/3 നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നു. 10/3 എന്ന് പറയുമ്പോൾ എത്രയാ? 3 പോയി 9 മൈനസ് 1 റിമൈൻഡർ. ഓക്കെ, 3 ആദ്യം എഴുതി, പിന്നെ 1/3 അങ്ങനെ കേട്ടോ വരിക. 1/3 എന്നാണ് ഇതിനെ പറയാം. അവിടെ അപ്പോൾ മക്കളെ 10/3 എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതുന്നത്? 10/3 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 3 ആ കോഷ്യൻ്റ് മേലുള്ള നമ്പർ, പിന്നെ റിമൈൻഡർ ബൈ ഡിവൈസർ. അപ്പം 3 1/3. ഓക്കെ, 3 + 1/3 ഇൻറ്റു 1/10. ആ 1/10 മറക്കരുത്, ബ്രാക്കറ്റ് മറക്കരുത്. ഇനി ആ 1/10 രണ്ടാൾക്ക് ഇട്ട് കൊടുത്തേ. രണ്ടാൾക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പം ഇതാ ഇവൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ, ഇവൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ കിട്ടുക? 3/10 + 1/3. അപ്പോൾ നമുക്ക് കിട്ടി 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/10ഉം 3/10 പ്ലസ് ഒരു കുഞ്ഞു നമ്പർ പ്ലസ് ഒരു കുഞ്ഞു നമ്പർ 1/30. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. 1/3 - 3/10. 3/10 അങ്ങോട്ട് കളഞ്ഞാൽ 1/30 എന്ന് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി അടുത്തായി എന്ന് പറയാം. ഓക്കെ, ഈ 2 സ്റ്റെപ്പ് ഇവനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇത് കിട്ടി. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് 10/10 അല്ല 100/100 വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ 1/3നെ നമ്മൾ 100/100 വെച്ചിട്ട് ചെയ്യുന്നു. സെയിം സ്റ്റെപ്പുകൾ ഇവനെ ഒരുമിപ്പിക്കുന്നു. അപ്പോൾ എന്താ കിട്ടുക? 100/3 ഇൻറ്റു 100 1/100. ഇനി 100/3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 33 + 1/3. ഓക്കെ, ഇൻറ്റു 100 1/100. അപ്പോൾ എന്താ കിട്ടുക? 33/100 + 1/300. ഇതാണ് അടുത്ത് എഴുതേണ്ടത്. അപ്പോൾ എന്താണ് ആൻസർ കിട്ടിയത്? ഇതാ ഉണ്ടാവും. 33/100 കിട്ടി. ഇവിടെ നമുക്ക് 3/10 കിട്ടി. ഇവിടെ 33/100 കിട്ടി. അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് 1000 വെച്ചിട്ട് 1000/1000 വെച്ച് ചെയ്യുക. ഇവരെ ഒരുമിച്ചെടുക്കുക. അപ്പോൾ എത്രയാ? 1000/3 ഇൻറ്റു 1/1000. ഇവനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 333 + 1/3 വരും.
ഇൻറ്റു 1/1000 ചെയ്ത് വരുമ്പോൾ 333/1000 പ്ലസ് 1/3000 വീണ്ടും അടുത്തെത്തി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് മനസ്സിലായി ഇതാ 333/1000. അപ്പം 3/10, 33/100, 333/1000 ഇങ്ങനെ അടുത്തെത്തുന്നു എന്ന് കാണിക്കാൻ പറ്റും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിന് മാത്രമല്ല പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? ഇതാ നിങ്ങൾക്ക് 5/6, 1/9 അങ്ങനെയൊക്കെ കാണിച്ചേണ്ടി വരും. ഓക്കെ, ഇനി ലാസ്റ്റ് സംഭവമാണ് ഇത്. നിങ്ങൾ കമൻറ്റും ചെയ്യണം. അതോടെ 10 മിനിറ്റിലെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ മക്കളെ. 9th ഡെസിമൽ വരുന്നു കേട്ടോ. 1/9 എന്ന് പറയുമ്പോൾ 0.111111, 2/9 എന്ന് പറയുമ്പോൾ 0.22222222, 3/9 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോ 0.33. താഴെ 9 വരികയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി 3/9 എന്ന് പറയുമ്പോൾ 1/3 കൂടി അന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, 4/9 എന്ന് പറയുമ്പോൾ 0.444444, 5/9 എന്ന് പറയുമ്പോൾ 0.55555555, 6/9 എന്ന് പറയുമ്പോൾ 0.666666. പക്ഷേ 6/9 എന്ന് പറയുമ്പോൾ എന്താണ്? 2/3 കൂടിയാണെന്ന് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ആൻസറും കൂടി അടുത്ത ആൻസറും കൂടി കഴിഞ്ഞു. 7/9, 8/9 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ക്വസ്റ്റിന് ഞാൻ ആൻസർ ഇതാ 2/3 എന്ന് പറഞ്ഞാൽ 6/9 ആണ്, അത് 0.6666. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി പറയട്ടെ. ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഒരു 0.11 പ്ലസ് ഡോട്ട് ഇടാൻ മറക്കരുത്, പ്ലസ് 0.22 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/9 പ്ലസ് 2/9. 1/9 പ്ലസ് 2/9 എന്താ? ആൻസർ ഡെസിമൽ ദശാംശ രൂപത്തിൽ കാണിക്കണം. അപ്പോൾ എത്ര? 3/9. ആൻസർ മതിയോ? ഡെസിമലിൽ ദശാംശ രൂപത്തിൽ 0.333 ... രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 3/9 ഇൻറ്റു 6/9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സിംപ്ലിഫൈ ചെയ്തോ. 1/3 ഇൻറ്റു 2/3. അപ്പോൾ എത്ര വരിക? 2/9. 2/9 എന്ന് പറയുമ്പോൾ 0.222 ... അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യുക ആൻസർ. അതോടെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ മക്കളെ ഫുൾ ലെങ്ത് ക്ലാസ് നിങ്ങൾ എക്സാമിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കുക. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിൻ്റെ ബാച്ചിൻ്റെ ഓൾ ദി ബെസ്റ്റ് മക്കളെ. എക്സാമിന് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുക. 10 മിനിറ്റ് ചാപ്റ്റർ പഠിച്ചു. ടാറ്റ ബൈ ബൈ, സി യു.